സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഹൗസ് വയറിങ്ങിൻ്റെ ടോട്ടൽ ലേഔട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അത് കാണുമ്പോൾ ഈ വയറിങ്ങിനെ കുറിച്ച് അധികം ധാരണയില്ലാത്തവർക്ക് ഈ ചിലന്തി വല വിരിച്ച പോലൊക്കെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 1 വേ സ്വിച്ചിനെ കുറിച്ചും അതേപോലെ തന്നെ 2 വേ സ്വിച്ചിനെ കുറിച്ചും അതേപോലെ ബേസിക് വയറിങ്ങും എല്ലാം ഒന്ന് പറയാം. അപ്പോൾ അറ്റൻഡൻസ് വെക്കാൻ മറക്കല്ലേ. പോവാം ടു ദ വീഡിയോ. ഇതാണ് സിംഗിൾ പോൾ 1 വേ സ്വിച്ച്. ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് പ്രധാനമായും ഒറ്റ സ്വിച്ച് കൊണ്ട് ഒരു ലോഡിനെയോ അല്ലെങ്കിൽ ഒന്നിലധികം ലോഡുകളെയോ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനാണ്. ഇതിന് പ്രധാനമായും 2 ടെർമിനലുകളാണ് ഉണ്ടാവുക. താഴത്തെ ടെർമിനലിലോട്ട് ലൈൻ കൊണ്ട് കൊടുക്കും, മുകളിലത്തെ ടെർമിനലിൽ നിന്നും കണക്ഷൻ നേരെ ലോഡിലോട്ടും. അതേപോലെ ന്യൂട്രൽ ഡയറക്റ്റ് ആയിട്ടുമാണ് കൊടുക്കുന്നത്. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ 2 ടെർമിനലുകൾ തമ്മിൽ കണക്റ്റ് ആവുകയും സപ്ലൈ നേരെ ലോഡിലെത്തുകയും ലോഡ് വർക്ക് ചെയ്തും തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ഒരു 1 വേ സ്വിച്ച് ഉപയോഗിച്ച് ഒരു ലോഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി മൾട്ടിപ്പിൾ ലോഡുകൾ ഉണ്ടെങ്കിലോ ഈ കാണുന്ന പോലെ ലൈൻ ലൂപ്പ് ചെയ്ത് ഓരോ ലോഡിലോട്ടും കൊടുക്കും, അതേപോലെ തന്നെ ന്യൂട്രലും. അപ്പോൾ ഒറ്റ സ്വിച്ചിൽ തന്നെ ഒന്നിലധികം ലോഡുകൾ വർക്കാവും. ഒരിക്കലും ഇതേപോലെ കൊടുക്കരുത്. ഇത് സീരീസ് കണക്ഷനാണ്. ഇങ്ങനെ കൊടുക്കുമ്പം ഓരോ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും കുറയും. അപ്പം 1 വേ സ്വിച്ച് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2 വേ സ്വിച്ചിലോട്ട് പോകാം. ഫിസിക്കലി ഈ ഒരു സ്വിച്ച് 2 വേ ആണോ എന്ന് മനസ്സിലാക്കാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആ സ്വിച്ചിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ തന്നെ ഇതിന് പ്രധാനമായും 3 ടെർമിനലാണ് ഉണ്ടാവുക. നടുക്കത്തേത് കോമൺ ആണ്. അതായത് സ്വിച്ച് മുകളിലോട്ടിടുമ്പോൾ മുകളിലത്തെ 2 ടെർമിനലുകൾ തമ്മിൽ കണക്റ്റ് ആവും. അതേപോലെ തന്നെ താഴോട്ടിടുമ്പോൾ താഴത്തെ 2 ടെർമിനലും. ഈ സ്വിച്ച് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒന്നിലധികം സ്വിച്ചുകൾ ഉപയോഗിച്ച് ഒറ്റ ലോഡിനെ കൺട്രോൾ ചെയ്യാനാണ്. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മുടെ ബെഡ്റൂമിലെ മെയിൻ ലൈറ്റ് അല്ലേ. അതായത് ഈ ഒരു ലൈറ്റ് നമുക്ക് നമ്മുടെ വാതിലിനടുത്തുള്ള സ്വിച്ച് ബോർഡിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ ബെഡ് സൈഡിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പം ഇനി നമുക്ക് അതിൻ്റെ വയറിങ് കൂടി ഒന്ന് നോക്കാം. അതിന് ബെഡ് സൈഡിലുള്ള സ്വിച്ച് ബോർഡിൽ ഒരു 2 വേ സ്വിച്ച് കൊടുക്കുന്നു. അതിനെ തൽക്കാലം നമുക്ക് S2 എന്ന് വിളിക്കാം. അതേപോലെ വാതിലിനടുത്തുള്ള സ്വിച്ച് ബോർഡിൽ നമ്മളൊരു 2 വേ സ്വിച്ച് കൊടുക്കുന്നു. അതിനെ നമുക്ക് S1 എന്നും വിളിക്കാം. ക്ലിയർ? ഇനി വാതിലിനടുത്തുള്ള സ്വിച്ച് ബോർഡിലോട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നൊരു ലൈൻ കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ഒരു ലൈൻ നമ്മുടെ S1ൻ്റെ അതായത് വാതിലിനടുത്തുള്ള സ്വിച്ച് ബോർഡിൻ്റെ 2 വേ സ്വിച്ചിൻ്റെ കോമൺ ടെർമിനലിലോട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് മറ്റേ 2 ടെർമിനലുകളിൽ നിന്നുള്ള കണക്ഷൻ ഈ കാണുന്ന പോലെ ബെഡ് സൈഡിലുള്ള സ്വിച്ചിൻ്റെ അതായത് S2ൻ്റെ താഴത്തെ മുകളിലത്തെ ടെർമിനൽ കൊണ്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ബെഡ് സൈഡിലുള്ള സ്വിച്ചിൻ്റെ അതായത് S2ൻ്റെ കോമൺ ടെർമിനലിൽ നിന്നുള്ള കണക്ഷനാണ് നേരെ നമ്മൾ ലാമ്പിൻ്റെ ഒരു ടെർമിനലിലോട്ട് കൊണ്ട് കൊടുക്കുന്നത്. മറ്റേ ടെർമിനലിലോട്ട് ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടും കണക്ട് ചെയ്യും. ഇതാണ് ഒരു 2 വേയുടെ ബേസിക് വയറിംഗ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇങ്ങനെ വയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വാതിലിനടുത്തുള്ള സ്വിച്ച് ബോർഡിൽ നിന്ന് ലാമ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബെഡ് സൈഡിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് 2 സ്വിച്ചിൻ്റെയും പൊസിഷൻ മുകളിലോട്ടാണെന്നിരിക്കട്ടെ. അതായത് S1 മുകളിലോട്ട് അതേപോലെ തന്നെ S2 മുകളിലോട്ട്. ഈ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? സപ്ലൈ ഇതേപോലെ S1ൻ്റെ മുകളിലത്തെ ടെർമിനലിലൂടെ S2ൻ്റെ താഴത്തെ ടെർമിനലിലോട്ട് എത്തും അല്ലേ. പക്ഷേ S2ൻ്റെ കോമൺ ടെർമിനലും മുകളിലോട്ടും അല്ലേ കണക്റ്റ് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാമ്പിലോട്ട് സപ്ലൈ എത്തുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ ലാമ്പ് ഓഫായിരിക്കും. അതായത് S1 മുകളിലോട്ടും S2 മുകളിലോട്ടുമായ കണ്ടീഷനിൽ ലാമ്പ് ഓഫായിരിക്കും എന്ന് സാരം. ക്ലിയർ? ഇനി ആരെങ്കിലും റൂമിലോട്ട് വന്നു, ലാമ്പ് ഓൺ ആക്കാൻ അവരെന്ത് ചെയ്താൽ മതി? വാതിലിനടുത്തുള്ള ലാമ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പം അതായത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? S1ൻ്റെ പൊസിഷൻ താഴോട്ടാകും അല്ലേ. അപ്പോൾ ഈ സപ്ലൈ S1ൻ്റെ താഴത്തെ ടെർമിനൽ വഴി S2ൻ്റെ മുകളിലത്തെ ടെർമിനലിലോട്ട് എത്തും. ഇവിടെ S2ൻ്റെ കോമൺ ടെർമിനലും മുകളിലത്തെ ടെർമിനലും തമ്മിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ നേരെ ലാമ്പിലെത്തുകയും ലാമ്പ് ഓൺ ആവുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അതായത് S1 താഴോട്ടും S2 മുകളിലോട്ടുമായ കണ്ടീഷനിൽ ലാമ്പ് ഓൺ പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ ഓൺ കണ്ടീഷനിലായിരിക്കും. ക്ലിയർ? ഇനി കിടക്കാൻ പോകുന്ന നേരമോ ലൈറ്റ് ഓഫാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബെഡ് സൈഡിലുള്ള സ്വിച്ചിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? S2ൻ്റെ കോമണും മുകളിലത്തെ ടെർമിനലും തമ്മിൽ ഡിസ്കണക്റ്റ് ആവുകയും സപ്ലൈ കട്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ സപ്ലൈ കട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലാമ്പ് ഓഫാകും. അതായത് S1 താഴോട്ടും S2 താഴോട്ടുമാണെങ്കിൽ
ലാമ്പ് എപ്പോഴും ഓഫ് കണ്ടീഷനിലായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വിച്ചിൻ്റെയും പൊസിഷൻ സെയിം ആണെങ്കിൽ ലാമ്പ് ഓഫിലായിരിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പൊസിഷനിലാണെങ്കിൽ ലാമ്പ് ഓണുമായിരിക്കും. സംഭവം ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ രണ്ട് സ്വിച്ചിൻ്റെയും മുകളിലത്തെയും താഴത്തെയും ടെർമിനൽ തമ്മിൽ ക്രോസ് ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്ത് കാണിച്ചേക്കുന്നത് അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെയും കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ആകെ അവിടെ വരുന്ന വ്യത്യാസം വെച്ചാൽ ഈ കണ്ടീഷനിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് നേരെ കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്വിച്ചിൻ്റെയും പൊസിഷൻ സെയിം ആണെങ്കിൽ ലൈറ്റ് ഓൺ ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പൊസിഷനിലാണെങ്കിൽ ലാമ്പ് ഓഫിലും ആയിരിക്കും. പക്ഷേ നമ്മൾ ക്രോസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സെയിം പൊസിഷനിൽ ലാമ്പ് ഓഫായിരിക്കും, ഡിഫറെൻറ്റ് പൊസിഷനിൽ ലാമ്പ് ഓൺ ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് വയറിംഗ്, 1 വേ വയറിങ്ങും 2 വേ വയറിങ്ങുമാണ് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും വയർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പീഡ് വരണമെങ്കിലോ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടണമെന്നെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ഒരു പ്രാക്ടിക്കൽ അവയർനെസ്സോടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.